ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വീഡിയോയും കൂടി ഇടുകയാണ്. സോ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഞാനൊരു ഫണ്ടഡ് അക്കൗണ്ട് ട്രൈ ചെയ്തു. സോ ഞാനിത് ഫണ്ടഡ് അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാനോ, നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഈ സാധനങ്ങളൊന്നും ട്രേഡും ചെയ്യാറില്ല, പ്രൊമോട്ടും ചെയ്യാറില്ല. സോ ഈ ഒരു ചലഞ്ചിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സീരീസ്, ഒരു എന്താണ് സൈക്കോളജിക്കൽ രീതിയിൽ ഇതിനെങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാന്നുള്ളത്, എങ്ങനെ ഇത് വർക്കാവുന്നു, എങ്ങനെ ഇതിൻ്റെ ഒരു ജേണി എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിടാന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഞാനൊരു ഫണ്ടിംഗ് ടിപ്സ് എന്ന് പറയുന്നൊരു ഫേമിൻ്റെ ഫണ്ടഡ് ചലഞ്ചാണ് എടുത്തത്. ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുമൊന്നുമല്ല, അന്വേഷിച്ചത് വെച്ച് നമ്മുടെ റിസർച്ചിലും കാര്യങ്ങളിലും പേ ഔട്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഫേം ഇത് മാത്രമാണ്. കുറച്ച് ഇതിനകത്ത് നല്ല ഫേമുകളിൽ എനിക്കിതാണ് തോന്നിയത്. അതുപോലെ റൂളുകളുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് ഒന്ന് നിങ്ങളെ കാണിക്കാം. സോ ഫേസ് 1 ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മന്ത് എന്തോ ആയി, 1.5 മാസം എന്തോ ആയി. ഞാൻ ജനുവരിയിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്, ന്യൂ ഇയർ എന്നുള്ള രീതിയിൽ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 7.8%, ഇതിന് 8% ഫസ്റ്റ് ഫേസിന് 8% ആണ് നമുക്ക് പാസ്സാവാൻ വേണ്ടത്. സോ ഞാനൊരു 7.8% എത്തിയിട്ട് പിന്നീട് താഴോട്ട് വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ സൈക്കോളജിക്കലി നമ്മൾ ട്രേഡ് ഫണ്ടഡ് അക്കൗണ്ടിൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനൊരു സൈക്കോളജി അവിടെ വരുന്നത്, നമ്മൾ അങ്ങനൊരു ചിന്തകൾ വരേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മളൊരു പാസ്സാവാൻ പോകുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചത് ഇതിനെക്കുറിച്ച്. സോ ഫണ്ടഡ് അക്കൗണ്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എയിം അവിടെ വരികയാണ്, 8% ടാർഗറ്റ് എന്നുള്ള സാധനം. സോ നമ്മളവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഫണ്ടഡ് അക്കൗണ്ടുകൾ ചെയ്യുമ്പോൾ നമുക്കൊരാവശ്യമില്ല, അനാവശ്യമായിട്ടുള്ളൊരു മെൻ്റൽ സ്ട്രെസ്സാണത്. സോ ഞാനപ്പോൾ ഒരു വീഡിയോ അതിനെക്കുറിച്ച് അപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു അക്കൗണ്ട് ആ ഒരു ഫെബ്രുവരി തുടക്കം തന്നെ നമ്മൾ ആ അക്കൗണ്ടിൻ്റെ ഫേസ് 1 പാസ്സായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ ഫേസ് 1 നോക്കുകയാണെങ്കിൽ നമ്മൾ ഓവറോൾ ഒരു 3%, 2% സംതിങ് ആണ് നമ്മൾ അതിനകത്തൊരു ഡ്രോ ഡൗൺ പോയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ആ അക്കൗണ്ട് ഫേസ് 1 പാസ്സാവുകയാണ് ചെയ്തത്. ഇനി ഓവറോൾ ഒരു 40% വിൻ റേറ്റും ഒരു 1.16% പ്രോഫിറ്റ് ഫാക്ടറും ആണുള്ളത്. പെർസെൻറ്റേജ് അല്ല, 1.16 പ്രോഫിറ്റ് ഫാക്ടർ ആണുള്ളത്. സോ ഇറ്റ്സ് ഗുഡ്. അതിനകത്ത് വെച്ച് നമ്മൾ നോക്കണം, ഒരു വലിയൊരു ബഞ്ച് ഓഫ് ട്രേഡുകളില്ല നമുക്ക് അതിനകത്തൊരു ഡേറ്റ അതിനകത്തുനിന്ന് പറയാനായിട്ട്. ആ ഒരു ഫേസ് 1 പാസ്സാവാനുള്ള ട്രേഡുകളുടെ ഡേറ്റ മാത്രമേ ഉള്ളൂ അതിനകത്ത്. സോ നമ്മൾ അതിനകത്ത് തന്നെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1:2, 1:3 RRകളാണ് ഞാൻ അതിനകത്ത് എടുത്ത സിസ്റ്റങ്ങളുടെ എല്ലാം പ്രത്യേകത. സോ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്ന എല്ലാ ട്രേഡുകളും ഒരേ പാറ്റേൺ ട്രേഡുകളാണ്. ഒന്നാണ്, ഇന്ന് വന്നിട്ടതും നാളെ വന്നിട്ടതും മറ്റന്നാൾ വന്നിട്ടതും എല്ലാം ഒരേ കാര്യങ്ങളാണ്. വേറെ ഒരു മാറ്റങ്ങളും അതിനകത്തുനിന്ന് വന്നിട്ടില്ല. ഫേസ് 1 പാസ്സാവാൻ യൂസ് ചെയ്തതും സെക്കൻഡ് ഫേസ് പാസ്സാവാൻ യൂസ് ചെയ്ത കാര്യങ്ങളും എല്ലാം സെയിം സാധനങ്ങളാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഒരു 5 ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മുന്നേ ഞാൻ 5 ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കഥ പറയുന്നതിന് മുന്നേ, നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ, നമ്മുടെ ഫേസ് 1 പാസ്സായതിൻ്റെ ഡേറ്റകൾ ഇതാണ്. ഫേസ് 2 പാസ്സാവുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ഫേസ് 2 പാസ്സായതൊക്കെ കോമഡിയാണ്. കറക്റ്റ് 500 വേണ്ടടുത്ത് 500.1 ആ ട്രേഡുകളെല്ലാം പോയെങ്കിലും ഞാൻ ആ ഒരു റേഞ്ചിൽ കട്ട് ചെയ്ത് കളഞ്ഞു. പാസ്സാവാൻ അതിൻ്റെ ആവശ്യമുള്ളല്ലോ. സോ അത് കട്ട് ചെയ്ത് കളഞ്ഞ് അത് ഫേസ് 1 നമ്മളുടെ പാസ്സായി. ഫേസ് 2ൻ്റെ ഇത് കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫേസ് 1 എനിക്ക് മെയിൽ വരുവാണ് ചെയ്തത് പാസ്സായെന്നും പറഞ്ഞ് ഞാൻ ട്രേഡ് ഇട്ട് പോയതിന്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു 2% സംതിങ് ആണ്, 2% അല്ല, ഇതിനകത്താണ് 3% സംതിങ് നമുക്ക് ഡ്രോ ഡൗൺ വന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ ട്രേഡ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്തത്. ഫേസ് 2 പാസ്സായി.
സോ ഇതിനകത്ത് നമുക്കൊരു വിൻ റേറ്റ് 59-60 റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ മാത്രം. പ്രോഫിറ്റ് ഫാക്ടർ 1.74. ഓക്കെ, പ്രിറ്റി ഗുഡ്. ഒന്നിന് മേളിലേക്ക് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് ഫാക്ടർ കിട്ടുന്നതെല്ലാം ഒരുമാതിരി ഗുഡ് സിസ്റ്റങ്ങളായിരിക്കും. ഓക്കെ, ഒരു ബഞ്ച് ഓഫ് ഡേറ്റയിൽ ഇതിലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഡേറ്റ വളരെ കുറവാണ്. ഇതിനകത്ത് എടുത്ത ട്രേഡുകളുടെ മാത്രം വിൻ റേറ്റുകളും കാര്യങ്ങളുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഫേസ് 1ഉം ഫേസ് 2ഉം അതിനകത്ത് പാസ്സായിട്ടുണ്ട്. ഞാൻ ഫേസ് 3 എന്ന് പറഞ്ഞാൽ മാസ്റ്റർ അക്കൗണ്ട് അവർ തരുന്ന ഡെമോ അക്കൗണ്ട് ഞാൻ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല. ചെയ്യണം, തിങ്കളാഴ്ച മുതൽ ചെയ്യാന്നുള്ള രീതിയിലാണ്. അതിനകത്തും ഒരുപാട് റൂളുകളും കാര്യങ്ങളും, ഞാൻ അതിനെക്കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. നമ്മളുടെ ഇതിനകത്ത് സൈക്കോളജി എന്ന് പറയുന്നത് മെയിൻലി എനിക്ക് മനസ്സിലായത്, നമ്മളുടേതായ രീതിയിൽ നോക്കുമ്പം ഈ എയിം ചെയ്ത് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പാർട്ടാണ്. എയിം ചെയ്ത് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്, എയിം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാം. നിങ്ങൾക്ക് ഒരു ബഞ്ച് ഓഫ് ഡേറ്റ ട്രേഡ് ചെയ്തത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെൻഷൻ്റെ കാര്യം വരുന്നില്ല. നിങ്ങൾക്കറിയാം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റം പ്രോഫിറ്റബിൾ ആണ്. സോ 8% എന്നൊക്കെ പറയുന്നത് ഈസി ഗെയിൻ ആണ് നമുക്ക് എന്നുള്ളത്. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇതൊരു തുച്ഛമായ പൈസയ്ക്ക് മേടിക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ അവൻ പോയി പെടാൻ പോകുന്നത് ഫണ്ടഡ് അക്കൗണ്ടുകളിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ മുമ്പേ പറയാൻ വന്ന കാര്യം, ഒരു 5 അക്കൗണ്ട് എടുക്കുക ഒരു ട്രേഡർ. ഈ 5 അക്കൗണ്ടും ഇവന് കേപ്പബിളായ അക്കൗണ്ടുകളായിരിക്കണം. ഇപ്പം പല ഡോളേഴ്സിൻ്റെ അക്കൗണ്ടുകൾ ഇവർ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം 10K, 5K, 15K, 50K, 100K, അതിൻ്റെ മേളിലോട്ടും കൊടുക്കുന്നുണ്ട്, എനിക്കറിയില്ല. സോ ഈ അക്കൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങൾ പോയി ഉടനെ 100Kയുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 അക്കൗണ്ട് ആ 100Kയുടെ എടുക്കാൻ പറ്റുന്നുണ്ട്, ഓക്കെയാണ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 5 അക്കൗണ്ട് എടുക്കാനുള്ള കാശ് കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഫണ്ടഡ് ട്രേഡിങ്ങിന് തുടങ്ങാൻ. സോ എന്നിട്ട് ഈ ബിഗിനറായിട്ടുള്ള വ്യക്തി പോയിട്ട് അവന് ഈ ഒരു ഐഡിയയെക്കുറിച്ച് അറിയില്ലായിരിക്കും. ഗെയിം ഓഫ് പ്രോബബിലിറ്റി ട്രേഡിങ്ങിൽ എന്താണെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ 5 അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റിക്കലി നമ്മളുടെ സിസ്റ്റം ഓക്കെയാണ്, നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് സിസ്റ്റം എടുക്കുന്നതാണ്, നമുക്ക് ലോങ് റണ്ണിൽ സക്സസ് ആക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 അക്കൗണ്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് 1-2 അക്കൗണ്ട് ആയിരിക്കും നമുക്ക് പാസ്സായി കിട്ടുന്നത്, 3 അക്കൗണ്ട് ആയിരിക്കും പാസ്സായി കിട്ടുന്നത് എന്ന് വെച്ചോ. നല്ലൊരു അക്കൗണ്ട്, നല്ലൊരു മന്തുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 അക്കൗണ്ട് പാസ്സാക്കി. അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഈ 5 അക്കൗണ്ട് എടുത്തതിൻ്റെ പേയ്മെൻറ്റും അതുപോലെ പേ ഔട്ട് വരുന്ന പ്രോഫിറ്റും കൂടെ ആകുമ്പോഴത്തേക്കിനും നിങ്ങൾ പ്രോഫിറ്റിൽ ഇറങ്ങുക എന്നുള്ളതാണ്. ഈ 5 അക്കൗണ്ട് ഓരോ അക്കൗണ്ടിനും ഓരോ ട്രേഡായിട്ട് കാണുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ട്രേഡുകൾ ലോസ് ആവാം, ഏതെങ്കിലുമൊക്കെ ട്രേഡുകൾ വിന്നാവാം. ചിലപ്പോൾ 5 ട്രേഡുകൾ ലോസ് ആവാം, 5 ട്രേഡുകളും വിന്നാവാം. സോ ഇതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇവർ ആവശ്യമില്ലാത്ത റൂളുകളും കാര്യങ്ങളും നമ്മളെ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കുകയാണ്. പക്ഷേ റൂളുകൾ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ മെയിൻ ഇത്. സോ ബിഗിനറായിട്ട് വരുന്നൊരു വ്യക്തിക്ക് ഈ സാധനം മുന്നോട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അവനെ മുന്നോട്ടൊരു ട്രേഡറാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യാത്തത്. എനിക്ക് ഇതിനോട് മാത്രമേ ഉള്ളൂ. ഫണ്ട് ഉണ്ടാക്കാം, എല്ലാവർക്കും ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വഴിയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു വ്യക്തിക്ക് മാത്രം. അല്ലെങ്കിൽ അവൻ ഒരു ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഗാംബിളർ മൈൻഡ് സെറ്റ് ആയി പോകും. അനാവശ്യമായിട്ട് ഓരോ അക്കൗണ്ടുകൾ എടുക്കും. പേഴ്സണലി എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്, അനാവശ്യമായിട്ട് പൈസ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും. റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒന്നും അറിയാതെ അക്കൗണ്ടുകൾ അടിച്ചടിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് സ്വന്തമായിട്ട് പഴിക്കും. സ്വന്തമായിട്ടല്ല, സിസ്റ്റത്തെ പഴിച്ചിട്ട് സിസ്റ്റം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നുള്ള ഇതിൽ സിസ്റ്റങ്ങൾ മാറാൻ നടക്കും. പിന്നീട് വീണ്ടും പല സിസ്റ്റങ്ങളുടെ പുറകിലേക്ക് പോകും. ഇതൊരു വളരെ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു രീതിയിലും സക്സസ് ആവില്ല. ഓക്കെ, സോ ഒരു ബിഗിനർ ആദ്യം ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല കാര്യങ്ങളിലെ ഈ അക്കൗണ്ടുകളിൽ വേണ്ട ഡിസിപ്ലിൻ ആവശ്യമില്ലാത്ത ഡിസിപ്ലിനാണ്. ഇതൊന്നും വേണ്ട നിങ്ങൾക്കൊരു ട്രേഡർ ആവാൻ വേണ്ടിയിട്ട്. സോ അനാവശ്യമായിട്ടുള്ള ഈ സ്ട്രെസ്സുകൾ എടുത്തു വെച്ചിട്ടല്ല നമ്മൾ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യേണ്ടത്. ഒരു ട്രേഡറായി തീരണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് റിയൽ അക്കൗണ്ടിൽ ബിൽഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് കളയാൻ പോകുന്ന പൈസകളിൽ
എന്താണ് കളയാൻ പോകുന്ന പൈസകൾ ഒരു പ്രോപ്പർ ട്രേഡർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫണ്ടഡ് അക്കൗണ്ടുകൾ എടുത്ത് കളയാൻ പോകുന്ന പൈസ മതി റിയൽ അക്കൗണ്ടിൽ ചെയ്യാൻ. ഇപ്പം 1-2 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു ട്രാക്ക് റെക്കോർഡ് ചെറിയ ലോട്ട് സൈസിൽ അടിച്ചൊരു ട്രാക്ക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. ഒരുപാട് ഫണ്ടിങ്ങും കാര്യങ്ങളും കിട്ടും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ. നമുക്ക് ഇഷ്ടം പോലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും. സോ നിങ്ങളൊരു ക്ലീനായിട്ടുള്ള ട്രേഡറാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. സോ ഈ അനാവശ്യമായിട്ടുള്ള ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫണ്ടിങ് ടിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും 3% എന്താണ് ട്രേഡിംഗ് റൂള് എന്താണ്, അവർ ഒരേ പെയറായിട്ടാണ് ബാക്കി ഇപ്പം USD, യൂറോ USD, GBP USD ഈ വക പെയറുകളെല്ലാം അതിനകത്തെല്ലാം ഒരേ ഫണ്ടിൽ ഒരേ ലോട്ടിൽ ഒരേ റിസ്കിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 3% അപ്പ് പോയി കഴിഞ്ഞാലൊക്കെ ഒരേ എന്താണ് ട്രേഡായിട്ടാണ് അതിനെ കണക്കാക്കുന്നതും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ ഒരുപാട് സ്ട്രെസ്സായിട്ടുള്ളത് നമ്മുടെ വിൻ റേറ്റ് ഓവറോൾ ഡേറ്റ നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ വിൻ റേറ്റിനെ ബാധിക്കുന്നതാണ്. നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റങ്ങളാണെങ്കിലും ഒക്കെ. സോ അതുമാത്രമല്ല ഈ ന്യൂസ് ടൈമിൻ്റെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ, ന്യൂസ് ടൈമിങ്ങിൻ്റെ ട്രേഡിങ്ങിനെ കാര്യങ്ങൾ അതും പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാവുന്നൊരു വ്യക്തിക്കാണെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പ്രോബബിലിറ്റിയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം. പിന്നെ അതിനകത്ത് ഒരുപാട് സ്പ്രെഡും കാര്യങ്ങളൊക്കെ വന്ന് നമ്മളുടെ അക്കൗണ്ടുകൾ അതാണ് ആരും അത് പ്രിഫർ ചെയ്യാത്തത്. സോ ഇവരത് എന്താണ് നമ്മളുടെ ആ ഹോൾഡിങ്ങിനെ തന്നെ ഒരു പ്രശ്നമാക്കി 5 മണിക്കൂർ മുന്നേ ഉള്ള ട്രേഡുകൾ മാത്രമേ ഹോൾഡ് ചെയ്യാനൊക്കെ സമ്മതിക്കുള്ളൂ. സോ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യം. ഇതൊന്നും വേണ്ട നമ്മളുടെ റിയൽ അക്കൗണ്ടിൽ ചെയ്യുന്ന സമയത്ത്. നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുക, സെഷനുകളിൽ അടിക്കുക, പോവുക. സോ ഇതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഫണ്ടഡ് അക്കൗണ്ടുകൾക്കെതിരല്ല. ഞാനത് പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനൊരു സൈക്കോളജി അതിനകത്ത് കളിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല ട്രേഡേഴ്സുകൾ ഇല്ലാണ്ടായി പോകുന്ന ഒരു ഇതുകൊണ്ടാണ്. കാശുണ്ടാക്കാൻ പറ്റില്ല എന്നല്ല, കാശുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാശ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് സ്ട്രെസ് ഇല്ലാണ്ട് നമ്മളുടെ മെയിൻ ജോബ്. ഈസി എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്, അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര അതിനെ സ്ട്രെസ്സായിട്ട് കാണാൻ പറ്റില്ല, നമ്മളുടെ ഒരു ഗ്രോത്തായിട്ട് അതിനെ കാണണം. സോ ഓരോ ഫെയിലിയറും നമുക്ക് ഒരു ഓരോ സ്റ്റെപ്പാണ് മുകളിലോട്ട് പോകാനുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് ഫണ്ടഡ് ഫേംസും ഫണ്ടഡ് അക്കൗണ്ടുകളും ഒക്കെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഇതിലും ഭയങ്കരമായിട്ട് റൂള് ഉള്ള ഫേമുകളുണ്ട്, പേ ഔട്ടുകൾ കൊടുക്കാത്ത ഫേമുകളുണ്ട്. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ ട്രേഡറാണോ അല്ലയോ എന്നുള്ളത്. നിങ്ങൾ ട്രേഡറാണോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ. അത് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യുക നിങ്ങളിലേക്ക്, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ മുന്നോട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നീട് ഞാൻ എന്തെങ്കിലും പറയാൻ മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയാത്തത്. സോ ഞാനിതിനകത്ത് ചെയ്യാൻ കാരണം എൻ്റെ ഈ ഒരു ഇയറിലെ ഫണ്ടിങ് ഒക്കെ ആവുന്നതേ ഉള്ളൂ. സോ അതുമാത്രമല്ല എൻ്റെ EAയുടെ ബിൽഡിങ്ങിൻ്റെ പുറകിന് ഞാൻ കുറേ നടന്നു, അതിൻ്റെ പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് കിട്ടിയ ടൈം ഞാൻ എൻ്റെ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്താണെങ്കിൽ തന്നെ ഞാനിങ്ങനെ പരിപാടികൾ ചെയ്യാറുണ്ട്. ട്രേഡ് ചെറിയ അക്കൗണ്ടുകളിലാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വാച്ച് ചെയ്യാറോ. അതൊരു സത്യം പറയുകയാണെങ്കിൽ അതൊരു അഡിക്ഷനാണ്, അഡിക്റ്റഡാണ് എന്ന് പറഞ്ഞാൽ. ഈ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണാനും ഇത് എനിക്ക് ഡെയിലി വാച്ച് ചെയ്തില്ലെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 5 അക്കൗണ്ടുകൾ എടുത്ത് എല്ലാം ഓരോ ട്രേഡുകളാക്കി കണക്കാക്കി അതിനകത്ത് എല്ലാ ഫണ്ടഡ് അക്കൗണ്ടുകളിലും ഒരേ സിസ്റ്റം ഒരേ റിസ്കിലായിരിക്കണം മാനേജ് ചെയ്യുന്നത്. ഇപ്പം കുറച്ചൊന്ന് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഒരു ലെവൽ ഓഫ് നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ടുണ്ട്, ട്രേഡ് ചെയ്ത് തന്നെ അല്ലെ ഫണ്ടഡ് അക്കൗണ്ട് ചെയ്ത് തന്നെ അക്കൗണ്ട് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ മാക്സിമം റിസ്ക് അവർ അലോ ചെയ്തേക്കുന്ന റിസ്ക് അടിച്ച് ഓരോ അക്കൗണ്ടും അടിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മന്താണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റിക്കലി നല്ലൊരു ട്രേഡ് വീക്കാണ് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും നിങ്ങൾ അതിനകത്ത് പാസ്സാവും ഫേസ് 1ലും ഫേസ് 2ലും. പിന്നീട് റിസ്ക് കുറച്ച് പ്രോപ്പറായിട്ട് അവർ വരുന്ന മാസ്റ്റർ അക്കൗണ്ടിൽ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക്
അക്കൗണ്ടുകൾ കിട്ടും. ഈ ഓരോ ഇത്രയും നാളുകൾ ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ അതിനെ വേറൊരു രീതിയിൽ കണ്ട് ഇപ്പോൾ ഓരോ ട്രേഡുകളാക്കി കണ്ട് നല്ല രീതിയിൽ റിസ്ക് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യുക. ഇത് നിങ്ങൾ പോയിട്ട് ഇപ്പോൾ ഇതും കേട്ടുകൊണ്ട് പോയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്ന ഓരോ ട്രേഡുകളും നാളെ എടുക്കാൻ പോകുന്നതും ഇനിയും വരാൻ പോകുന്നതും എല്ലാം എൻ്റെ സെയിം റിസ്ക്കാണ്. എൻ്റെ സെയിം റിസ്ക് എനിക്ക് മാറ്റാൻ പറ്റും. റിസ്ക് എനിക്ക് അറിയാം എൻ്റെ എന്താണ് സിസ്റ്റത്തിൻ്റെ വിൻ റേറ്റ് എന്നല്ല, എനിക്ക് എന്താണ് വരാൻ പോകുന്നതെന്നുള്ളതിനൊരു ഐഡിയ ഉണ്ട്. സോ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് റിസ്ക് കൂട്ടിയടിക്കാം, അതിനകത്ത് വിഷയമില്ല. പക്ഷേ നിങ്ങൾക്കറിയണം, ഇതിൻ്റെ ഡേറ്റ ഉണ്ടാവണം, നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ABCD എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടാവണം, ഇമോഷൻലെസ് ആയിരിക്കണം. ഞാൻ ഇമോഷൻലെസ് ആണ്. എൻ്റെ ട്രേഡുകളിൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു ട്രേഡിലും ടെൻഷൻ അടിക്കുന്നില്ല. TP അടിക്കുക, SL അടിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, എനിക്ക് ആകെ ഒരു മൈൻഡ് ഗെയിം ഈ ഒരു ഫേസിൽ വന്നത് phase 2 പാസ്സാവുന്നത്. ഞാൻ പറഞ്ഞില്ല, phase 1 എനിക്ക് മെയിൽ വരുവാണ് ചെയ്തത്. phase 2 പാസ്സാവുന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഇത് നമ്മുടെ ഞാൻ 800 വേണമെന്നുള്ള രീതിയിലാണ്. ഇത് 10K അക്കൗണ്ടാണ്. സോ 800 വേണമെന്നുള്ള ഇതിൽ പിന്നെ phase 2 5% മതി എന്നുള്ള മൈൻഡ് സെറ്റ് വന്നു, നല്ല ചിന്ത വന്നപ്പോൾ ഞാൻ ഉടനെ ഞാൻ ഈ സാധനം ഓടുന്ന കണ്ടു. അപ്പം ഇത് 518 സംതിങ് വന്നപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെയും ഞാനെന്തോ 3 ട്രേഡ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്ലോസ് ചെയ്ത് സംബന്ധിച്ച് ഞാൻ എല്ലാം കൂടെ ഒറ്റ ക്ലോസിലല്ല ചെയ്തത്. ഞാൻ ഓരോന്നോരോന്നായിരുന്നു ക്ലോസ് ചെയ്തത്. ലാപ്ടോപ്പിലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയ്യോ എന്നുള്ള രീതിയിൽ. എനിക്ക് എൻ്റെ സിസ്റ്റം ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാനിപ്പോൾ 1-2 മാസം കൂടുമ്പോഴായിരിക്കും ഒരു എററോ ഒക്കെ സംഭവിപ്പിക്കാൻ കൂടുതലും റീസൺ കാര്യങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ. അപ്പം ഞാനിത് ട്രേഡ് എൻ്റെ TPയിലല്ല ഞാനിത് എക്സിറ്റ് ചെയ്തതെന്നുള്ള ആ ഒരു ചെറിയ സാധനം മാത്രമേ എനിക്ക് വന്നുള്ളൂ, ഈ 5% ആക്കേണ്ട ആ ഒരു ഇതുകൊണ്ട് മാത്രം. സോ ഇതാണ് എനിക്ക് ഇതിനകത്തൂടെ പറയാനുള്ള ഒരു സംഭവം. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്, ഈ ഒരു പ്രോസസ്സ് ചെയ്തതും. പേഔട്ടോ ഈ പാസ്സാക്കുന്നതിനകത്തോ ഒന്നും അല്ല കാര്യം. നിങ്ങൾക്കൊരു പ്രോപ്പർ സിസ്റ്റം ABCD എന്ന് പറയുന്ന സാധനം ഇമോഷൻലെസ് ആയിട്ട് എടുക്കാൻ പറ്റണം. അത് മുന്നോട്ട് എടുക്കണം. പ്രോബബിലിറ്റിയാണ്. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും, നിങ്ങളുടെ സിസ്റ്റം ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ ആ ഫണ്ടഡ് അക്കൗണ്ട് എൻ്റർ ചെയ്യുന്നത്. ചിലപ്പോൾ അതങ്ങ് ലോസിൽ പോകും, ഈ അക്കൗണ്ട് അങ്ങ് ബ്രീച്ചായി പോകും. സോ ആ സമയത്ത് നിങ്ങൾ സിസ്റ്റത്തിനോട് പേടിച്ച് മാറ്റാൻ നിൽക്കരുത്. സിസ്റ്റം കാരണമാണ് ഇത് സംഭവിച്ചത്. അത് ആ ഒരു കേവായിരിക്കും. നെക്സ്റ്റ് ഫണ്ടഡ് അക്കൗണ്ടിൽ ഈ സാധനം മേളിലോട്ടായിരിക്കും പോകുന്നത്. സോ റിയൽ അക്കൗണ്ടിൽ ഈ സാധനം ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമ്മുടെ കയ്യിലാണ് കാശ്. ഇന്നുണ്ടാക്കിയാൽ ഇന്നെടുക്കാം എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കി ഇന്നെടുക്കുന്നതല്ല ഗെയിം. കോമ്പൗണ്ടിങ് ആണ് ഗെയിം. നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് ഒരു ക്വാർട്ടർലി അല്ല ഇയർലി ആണ് പേ ഔട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.